രാവിലെ സന വന്ന് ഉണർത്തിയപ്പോഴാണ് രേണു എഴുന്നേറ്റത്. മാഡം, നേരം ഒരുപാടായി, ഭക്ഷണം കഴിക്കണ്ടേ? ഇന്നും പട്ടിണി കിടക്കാനാണോ? ഞെട്ടി എഴുന്നേറ്റ രേണുവിന്റെ കണ്ണുകൾ ചുവരിലെ ക്ലോക്കിലേക്ക് നീണ്ടു. 9:30. ഈശ്വരാ, ഞാൻ ഇത്രയും സമയം ഉറങ്ങിയോ? എന്താ സന എന്നെ വിളിക്കാതെ ഇരുന്നത്? ഗൗതയുടെ സർ രാവിലെ നേരത്തെ പോയി മാഡം. സന പറഞ്ഞത് കേട്ടപ്പോൾ രേണു ആകെ വല്ലാതായി. സാധാരണ താൻ ഉറങ്ങുന്നത് കാണുന്നതേ ഗൗതമിന് ഇഷ്ടമല്ലാത്തതാണ്. അപ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഉണർത്തിവിടും. ഒരുപക്ഷെ ഇന്നലെ രാത്രി നടന്ന സംഭവം കാരണമായിരിക്കുമോ? അപ്പോൾ ശരിക്കും ഗൗതം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവളുടെ ചിന്തകൾ കാടുകയറി. പെട്ടെന്നൊന്ന് കുളിച്ച് അവൾ താഴേക്ക് ചെന്ന് ആഹാരം കഴിച്ചു. 2 ദിവസമായി ഛർദി അല്പം കുറവാണ്. വലിയ ആശ്വാസം. തിരികെ വന്ന് മുറി വൃത്തിയാക്കുമ്പോൾ ബെഡിൽ നിന്നും ഗൗതമിന്റെ ഷർട്ട് കിട്ടി. അവൾ അത് കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി ഏറെ നേരം നിന്നു. അതിൽ നിന്നും ഉയരുന്ന ഗൗതത്തിന്റെ ഗന്ധം. ഇന്നലെ അവളെ ചേർത്ത് നിർത്തിയപ്പോഴും ഇതേ ഗന്ധമായിരുന്നു അവന്. ഇത്രയെല്ലാം ഉപദ്രവിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഗൗതമിനെ വെറുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് താൻ ഇനിയും അവനെ സ്നേഹിക്കുന്നത്? പക്ഷേ ഐഷു മനസ്സിൽ ഉള്ളിടത്തോളം കാലം തനിക്ക് അവനെയോ അവന് തിരിച്ചോ സ്നേഹിക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് മുറി അടിച്ചു വാരാൻ തുടങ്ങി. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ക്യാബിനുള്ളിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു ഗൗതം. അതിനിടയിലാണ് ഡോർ പാതി തുറന്ന് ഷീലയുടെ ശബ്ദം മുഴങ്ങിയത്. സർ, ഐശ്വര്യ മേഡം കാണാൻ വന്നിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് വർക്കില്ല, ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് ഇൻഫോം ചെയ്. അത് കേട്ട് ഷീല ഞെട്ടിപ്പോയി. പുറത്തിറങ്ങിയ ഷീല നേരെ ചെന്ന് ഐശ്വര്യയോട് ഇൻഫോം ചെയ്തതും അവളെ ഒന്ന് തുറിച്ചു നോക്കി ഐശ്വര്യ ക്യാബിനുള്ളിലേക്ക് ഇടിച്ചു കയറി. എന്നെ ഇഗ്നോർ ചെയ്യാണോ ഗൗതം? നിനക്ക് എന്താ പറ്റിയത്? അതറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. തൊട്ടു മുന്നിൽ ഐശ്വര്യയുടെ ശബ്ദം കേട്ട ഗൗതം തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് കലി തുള്ളി നിൽക്കുന്ന അവളെയാണ്. നിനക്കെന്താ ഇഷ്യൂ? ഇത്ര ഒച്ച വയ്ക്കാൻ ഇവിടെ ഇപ്പം എന്തുണ്ടായി? എന്താ ഗൗതം, എന്നെ കാണാതെ ഒളിഞ്ഞിരിക്കുക എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഹേയ്, അങ്ങനെയൊന്നും ഇല്ല ഇഷ്യൂ. ഒട്ടും താല്പര്യമില്ലാതെയുള്ള അവന്റെ മറുപടി കേട്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു. പിന്നെ എന്തുകൊണ്ടാ എന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? ഇന്നലെ ഞാൻ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ഫോൺ കട്ട് ചെയ്തു. ഇന്ന് എന്നെ കാണാതെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദിസ് ഇസ് നോട്ട് എ ഗുഡ് സൈൻ. അവൾ ഇന്നലെ പബ്ലിക്കായിട്ട് കിസ് ചെയ്തപ്പോ നീ അങ്ങ് മയങ്ങിയോ? റബ്ബിഷ് ഐഷു, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ കുറച്ച് കൺഫ്യൂഷനിലാണ്. അതുകൊണ്ടാ നിന്നോട് സംസാരിക്കാൻ പറ്റില്ലെന്നും കാണാൻ പറ്റില്ലെന്നും പറഞ്ഞത്. അല്ലാതെ എനിക്ക് അവളോട് ഒരു വികാരം തോന്നിയിട്ടില്ല. എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ഐ എം ജസ്റ്റ് സ്കേർഡ് ഗൗതം. അമ്മ പറഞ്ഞതുപോലെ നീ എന്നെ വിട്ടു പോകുമോ എന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അവൾ അത് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഐഷു, ഇപ്പം എന്തിനാ കരയുന്നേ? എന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം ആരും തട്ടിയെടുത്തിട്ടില്ല. പക്ഷെ നീ കുറച്ചുകൂടി പക്വത കാണിക്കണം. കുറച്ച് മടിയോടെ അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് മുഖം കുനിച്ച് അവനെ ഉമ്മ വയ്ക്കാൻ ഭാവിച്ചു. പക്ഷേ ഇത്തവണ അവൻ അവളെ തടഞ്ഞു. എന്തു പറ്റി ഗൗതം? ഏയ്, അതൊന്നുമില്ല. ഒന്നുമില്ലല്ലോ. അപ്പോ കിസ് മീ. ഐഷു, എനിക്ക് അതിനുള്ള മൂഡില്ല. ഞാൻ വേറൊരു ടെൻഷൻ ഇരിക്കുക. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. മടിച്ചു മടിച്ചാണ് അവളോട് പറഞ്ഞതെങ്കിലും അതായിരുന്നു സത്യം. ഐ അണ്ടർസ്റ്റാൻഡ് ഗൗതം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഐശ്വര്യ സംശയത്തോട് ചോദിച്ചു. ഇല്ല എന്ന് ഗൗതം തലയാട്ടി. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നോട്ടെ ഗൗതം? ഓഫ് കോഴ്സ് ഐഷു. ഐഷു ക്യാബിനുള്ളിൽ ഗൗതമിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന സോഫയിൽ കയറിയിരുന്നു. വെറുതെ ഫോണെടുത്ത് വാട്സപ്പിലൂടെ കണ്ണോടിക്കുമ്പോഴാണ് രേണുവിന്റെ ചാറ്റ് കാണുന്നത്. അവൾ അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ഹായ് രേണു, ഐ വാണ്ട് ടു സീ യു. ഞാനിപ്പോൾ ഗൗതമിന്റെ ഓഫീസിലുണ്ട്, അവിടേക്ക് വരൂ. കുറെ നാളുകൾക്ക് ശേഷമാണ് ഐശ്വര്യ രേണുവിന് മെസ്സേജ് അയക്കുന്നത്. രേണു പലതവണ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവൾ ഒരിക്കലും അതൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഐശ്വര്യയുടെ മെസ്സേജ് വായിച്ച രേണുവിന് വളരെയധികം സന്തോഷമായി, ഒപ്പം നേരിയ ഒരു ഭയവും. എങ്കിലും അവൾ മറുപടി അയച്ചു. എത്ര നാളായിടാ നിന്നെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ തോന്നിയല്ലോ. ഗൗതം ഓഫീസിലില്ലേ? ഞാൻ ദാ ഇപ്പോ എത്താം. ധൃതിയിൽ വസ്ത്രം മാറി ഇറങ്ങിയ രേണു
സനയോട് പുറത്തു പോകുന്നു എന്ന് മാത്രം പറഞ്ഞ് ഓഫീസിലേക്ക് പുറപ്പെട്ടു. പെട്ടെന്ന് രേണുവിനെ കണ്ട ഷീല ഒന്ന് ഞെട്ടി. സാറിന്റെ വൈഫ് എന്താ ഈ നേരത്ത്? ഉള്ളിലാണെങ്കിൽ നേരത്തെ തന്നെ ഒരാൾ കയറിയിരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. രേണു മേഡം എന്താ ഇവിടെ? ഉള്ളിലെ തോന്നൽ മറച്ചു വെച്ചുകൊണ്ട് ഷീല ചോദിച്ചു. എന്റെ ഫ്രണ്ട് ഗൗതമിന്റെ ക്യാബിനുള്ളിലുണ്ട്. അവരെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. രേണു മറുപടി പറഞ്ഞു. പക്ഷെ മാഡം, ഗൗതം സാർ ഇപ്പോ ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് സാറിനെ ഡിസ്റ്റർബ് ചെയ്താൽ ചിലപ്പോൾ സാറിന് ദേഷ്യം വരും. ആണോ? എങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചു നോക്കട്ടെ. അവൾ ഐഷുവിന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്നാൽ മറുപടി ഒന്നും കാണാത്തതുകൊണ്ട് അവൾ ക്യാബിനിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു. സാരമില്ല ഷീല, ഞാൻ അകത്തു പോയി നോക്കാം. ഗൗതം ചീത്ത പറയുകയാണെങ്കിൽ അത് ഞാൻ നോക്കിക്കൊള്ളാം. രേണു അകത്തേക്ക് നടന്നപ്പോൾ ഷീല ഒരു ദീർഘനിശ്വാസം എടുത്തു. അവരെ കണ്ട പാവം പോലെ തോന്നുന്നുണ്ട്. ഈ സാറ് ഐശ്വര്യ മേഡത്തിനെയാണോ രേണു മേഡത്തിനെയാണോ സ്നേഹിക്കുന്നത്? ഇതിനെ പറ്റിക്കുവാന്നാ എനിക്ക് തോന്നുന്നേ. ഷീല എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഒരു ചിരിയോടെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയ രേണു ആ രംഗം കണ്ട് ഞെട്ടി. ക്യാബിനുള്ളിലെ സോഫയിൽ ഗൗതമും ഐശ്വര്യയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.